നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മറെ പോലൊരു താരത്തെ ലഭിച്ചതിൽ ബ്രസീൽ അഭിമാനിക്കണം. നെയ്മറുടെ മനസ്സിലെ ഏറ്റവും വലിയ ലക്ഷ്യം, അവൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് വേൾഡ് കപ്പിലാണ്, വരുന്ന വേൾഡ് കപ്പിലാണ്. പറയുന്നത് ജെറാർഡ് പീക്കെ ആണ്. പീക്കെ കഴിഞ്ഞ ദിവസം നെയ്മറെ കണ്ടിരുന്നു. അദ്ദേഹം നെയ്മറെക്കുറിച്ച് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നെയ്മർ പരിക്ക് മാറി വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് വേർഷൻ നമുക്ക് കാണാൻ പറ്റും എന്നുകൂടി പീക്കെ പറഞ്ഞിരുന്നു. ആ പീക്കെ തന്നെ പറയുന്നു നെയ്മറുടെ അടുത്ത ലക്ഷ്യം, അവൻ്റെ ഫോക്കസ് മുഴുവനും അടുത്ത വേൾഡ് കപ്പിലാണെന്ന്. വേൾഡ് കപ്പിന് ഇനിയും സമയമുണ്ട്, പക്ഷേ നെയ്മർ അതിനു വേണ്ടി ഒരുങ്ങുകയാണ്. വാക്കുകളിലേക്കൊന്ന് പോകാം. പീക്കെ പറയുന്നു, നെയ്മറുടെ മനസ്സിൽ ഇപ്പോഴുള്ളത് അടുത്ത വേൾഡ് കപ്പാണ്. ഞാനത് വളരെ കൃത്യമായിട്ട് കാണുന്നു. ആ കിരീടം ചൂടാനുള്ളൊരു ഡിസയർ നെയ്മർ ജൂനിയറിലുണ്ട്. തീർച്ചയായിട്ടും നെയ്മർക്ക് ട്രമൻഡസ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ബ്രസീൽ നെയ്മർ ജൂനിയറെ പോലൊരു താരത്തെ ലഭിച്ചതിൽ വലിയ രൂപത്തിൽ അഭിമാനം കൊള്ളുകയാണ് വേണ്ടത്. രാജ്യത്തെ ലോകത്തെ എല്ലായിടത്തേക്കും എത്തിക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെയ്മർ കളിക്കുന്നത് മറ്റൊരു ലെവലിലാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ അധികം പേരൊന്നും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനിയും ഒരുപാട് വേൾഡ് കപ്പിന് പോകാനുണ്ട്, പക്ഷേ നെയ്മർ ഇപ്പോഴേ അതിൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. നെയ്മറുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് വേൾഡ് കപ്പാണ്. അടുത്ത വേൾഡ് കപ്പ് എന്നുള്ളത് നെയ്മറുടെ ലക്ഷ്യമാണ്. എന്തായാലും കിരീടങ്ങൾ ചൂടാൻ വേണ്ടി നെയ്മർ ജൂനിയർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്തായാലും നല്ലൊരു വേൾഡ് കപ്പ് നെയ്മർക്ക് വരും. അടുത്ത വേൾഡ് കപ്പ് അങ്ങനെയാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ജെറാർഡ് പീക്കെ പറയുന്നു. എന്തായാലും നെയ്മർ ജൂനിയർ മടങ്ങിയെത്തുന്നത് ആരാധകർ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുകയാണ്. അടുത്ത കോപ്പ അമേരിക്ക അദ്ദേഹത്തിന് മിസ്സാവുമെന്ന് തന്നെയാണ് ലഭ്യമാവുന്ന എല്ലാ സൂചനകളും. പക്ഷേ അതിനുശേഷം വരുന്ന വേൾഡ് കപ്പ് ക്വാളിഫയറിൽ നെയ്മർ ജൂനിയർ കളി പുനരാരംഭിക്കും. ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അത്ര മികച്ച രൂപത്തിലല്ല ബ്രസീലെങ്കിലും നെയ്മർ ജൂനിയർ വരുന്നതോടുകൂടി കാര്യങ്ങൾ മാറി മറിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകരും കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ എത്താം.